ഒരൊന്നൊന്നര ഹൈപ്പിലാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ എമ്പുരാൻ തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ അതേ ഹൈപ്പിൽ തന്നെ വിവാദവും ഉടലെടുക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. ഒരു വശത്ത് ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിൻ, മറുവശത്ത് നെഗറ്റീവ് റിവ്യൂ. ഇതൊന്നും പോരാഞ്ഞിട്ട് വ്യാജന്റെ കടന്നുവരവും. വ്യാജപതിപ്പിനെ തടയിടാൻ സൈബർ പോലീസ് ശ്രമിച്ചുവരികയാണ്. എന്നാൽ തടയിടാൻ പറ്റാത്തൊരു വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകമാനം ആളിക്കത്തുകയാണ്. ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിലാണ് എമ്പുരാനെ ചൊല്ലി സൈബർ പോര് തുടരുന്നത്. സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് ആദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത്. ബിനീഷിന്റെ പോസ്റ്റിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷമായ ആക്രമണം തുടങ്ങി. നേതാക്കളെ അപമാനിക്കുകയാണെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുള്ളതെന്നുമാണ് അവരുടെ ആരോപണം. ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പ്രചരിച്ചത്. ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നായിരുന്നു BJP സംസ്ഥാന സെക്രട്ടറി MT രമേശിന്റെ പ്രതികരണം. സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അഭിപ്രായ പ്രകടനവും ഏറെ ചർച്ചയായി. എമ്പുരാനെ കാണണമല്ലോ എന്നായിരുന്നു മുൻ BJP നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയും കുറിപ്പിട്ടു. ഇതോടെ സൈബർ പോര് പുതിയ തലത്തിലേക്കെത്തി. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ സമൂഹമാധ്യമത്തിൽ എമ്പുരാനെക്കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയാകുന്നു. വാര്യം കുന്നനായി എമ്പുരാൻ, അലങ്കാരം ഉപമയോ ഉൾപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് J നന്ദകുമാർ പങ്കുവച്ചത്. RSSന്റെ രാജ്യത്തെ പ്രധാന പ്രചാരകനാണ് നന്ദകുമാർ. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന RSS നേതാവിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയാകുന്നുണ്ട്. വാര്യം കുന്നനെ വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ 100 കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ വാര്യം കുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദുവിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷിഖ് കപൂർ ഉപേക്ഷിച്ചു. ആ സിനിമയിൽ വാര്യം കുന്നൻ തന്നെയാണ് ഇപ്പോൾ എമ്പുരാനായി വന്നതെന്ന് J നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എമ്പുരാനിലും കൊണ്ടുവന്നിരിക്കുന്നതെന്ന സൂചനയാണ് RSS നേതൃത്വം നൽകുന്നത്. ഗോദ്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായി പരാതി ഉയരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എമ്പുരാനിൽ ആ ഖുറേഷി എബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മിയെന്നാണ് മറ്റൊരു അഭിപ്രായം. പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സെയ്ദ് മസൂദിന്റെ കഥയാണ് എമ്പുരാനിൽ കൂടുതലായി പറയുന്നത്. ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതമായിരിക്കുന്നത്. EDയും NIAയും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും ചിലർ വിമർശിക്കുന്നുവെന്നും പറയുന്നുണ്ട്. വ്യാഴാഴ്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാമൂഹിക മാധ്യമത്തിലൂടെ ചിത്രത്തിന് ആശംസ നേർന്നിരുന്നു. വരും ദിനങ്ങളിൽ ഞാനും എമ്പുരാനെ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത്. എന്നാൽ വിവാദമുയർന്നതോടെ ഇതിന് കീഴിൽ CPM അനുകൂലികൾ പരിഹാസ കമന്റുകൾ ഇടുന്നുണ്ട്. റിലീസിന് ശേഷം BJP അധ്യക്ഷൻ പ്രതികരിച്ചിട്ടില്ല. വിവാദം ഒഴിവാക്കാനാണിത്. അതേസമയം റിലീസിന് തൊട്ടുപിന്നാലെ എമ്പുരാന്റെ വ്യാജപതിപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതും സിനിമയെ ബാധിക്കുമെന്നാണ് അണിയറക്കാർ പറയുന്നത്. കേരളത്തിൽ മാത്രം 750ഓളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 6-നായിരുന്നു ആദ്യ പ്രദർശനം. ബുധൻ രാത്രി തന്നെ മോഹൻലാലിന്റെ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു. മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എമ്പുരാൻ തകർത്തു. റിലീസ് ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം 50 കോടി രൂപ നേടിയിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ചിത്രം ആദ്യ ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത്. 60 കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗും സിനിമയ്ക്ക് ലഭിച്ചതായാണ് വിവരം. ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ്, നായകൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു. കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് പൃഥ്വിരാജ്, മോഹൻലാൽ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയവരും ആദ്യ ഷോ കാണാനെത്തിയത്.